സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പറയാൻ എത്ര ധൈര്യം വേണം? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ആത്മീയമായ മാർഗങ്ങളിൽ ഉയരണം. അതിനുള്ള മാസങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് സമാഗതമായിരിക്കുന്ന വരാൻ പോകുന്നത്. ചുരുക്കട്ടെ, ഇതിൽ ഖുർബാ, മൂന്നാമതൊരു കാര്യം പഠിപ്പിക്കുന്നത് വിശാലമായി പറയണം, കുടുംബക്കാർക്ക് നൽകണം. കൊടുക്കേണ്ടത് ആർക്കാ? കുടുംബക്കാർക്കാ, പുറമക്കാർക്കല്ല, കുടുംബക്കാർക്ക്. കുടുംബത്തിൽ അവശത അനുഭവിക്കുന്ന ആളുകളെ നോക്കിയിട്ട് തെരഞ്ഞു പിടിച്ച് നീ അവരോട് അന്വേഷിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് അന്വേഷണം കിട്ടിയിട്ട് അവർ കൊടുക്കണം. കുടുംബത്തിന് കൊടുക്കുന്നുണ്ടോ? ദീർഘായുസ് ഉണ്ടാകും, ആഫത്തുണ്ടാകൂല, മുസീബത്തുണ്ടാകൂല. കുടുംബക്കാരെന്ത് വരുന്നിട്ടാ? അല്ല, അള്ളാഹു നിന്നെ പരിഗണിച്ചിട്ടാ. ആ കുടുംബത്തിനൊക്കെ ആൾ കൊടുക്കുന്ന ആളല്ലേ, പിന്നെ അയാൾക്ക് എങ്ങനെ മുസീബത്ത്? അത് വേണ്ട, അയാൾ ഹാപ്പിയിൽ നടക്കട്ടെ, അയാൾ സന്തോഷത്തോടെ നടക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സത്യത്തിൽ ആ കുടുംബത്തെ പോറ്റി വളർത്തുന്ന, ആ ഗുണം ചെയ്യുന്ന ആള്, അയാള് സത്യത്തിൽ ദുർമാർഗിയാണെങ്കിലും ശരി, നീണ്ട ആയുസ് അള്ളാഹു കൊടുക്കും. കാരണം കുടുംബസ്നേഹം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മോട് ആവശ്യപ്പെട്ടൊരു പ്രധാനപ്പെട്ട സ്നേഹമാണ്. കുടുംബസ്നേഹത്തിലൂടെയാണ് ഒരു നാട് ശരിയായ രൂപത്തിൽ നിലനിൽപ്പുണ്ടാകുന്നത്. കുടുംബക്കാർ തമ്മിൽ നല്ല സ്നേഹത്തിലും ഐക്യത്തിലാണെങ്കിൽ ആ നാട്ടിൽ ബറക്കത്തിനൊരു കുറവുണ്ടാകൂല, നല്ല സന്തോഷായിരിക്കും, നല്ല റാഹത്തായിരിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയിട്ട് ചുരുങ്ങിയ കാലം കൊണ്ട് തങ്ങൾ സംവിധാനിച്ചെടുത്തത് കുടുംബ ഐക്യവും സ്നേഹവുമാണ്. മദീനയിൽ 2 ഗോത്രക്കാരുണ്ട്, രണ്ടും നല്ല ബലാബല, തറവാട്ടുകാർ മോശമൊന്നുമല്ല. ഒന്ന് ഔസ്, ഒന്ന് ഖസ്റജ്. 2 ഗോത്രക്കാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് ഇണക്കി. എങ്ങനെ ഇണക്കി? അവരെ മനസ്സങ്ങോട്ട് ഇണക്കി. മനസ്സിണക്കിയാ പിന്നെ മാറൂല, അല്ലാതെ ഇണക്കിയാൽ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാറി വരും. മാനസികമായിട്ട് അവരങ്ങോട്ട് ഇണക്കി. ഖുർആൻ അത് എടുത്തു പറഞ്ഞു, ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത് അറിയില്ലേ? നിങ്ങളെ മനസ്സ് അള്ളാഹു തആല കൂട്ടി യോജിപ്പിച്ചു, ഇണക്കി. ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ, നിങ്ങൾ ഏകോദര സഹോദരങ്ങളായി മാറി. ആ കുടുംബ സ്നേഹമാണ് സത്യത്തിൽ അവരാ വിശുദ്ധ ഇസ്ലാമിൽ അടിയുറച്ചു നിന്ന് ആ സ്നേഹത്തോടെ കഴിഞ്ഞതാണ്. ഇന്നും മദീനയിലുള്ള ബറക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നട്ടു വളർത്തിയതാണ്. ആ ഒരു സ്നേഹത്തിന് ഇന്നും കുറവില്ല, ആ ഒരു സഹായത്തിന് മാറ്റമില്ല, ആ ഒരു സൽക്കാരത്തിന് കുറവില്ല. കുടുംബക്കാർക്കിടയിൽ വലിയ ഐക്യമുണ്ടാക്കി, സ്നേഹമുണ്ടാക്കി. വർഷങ്ങളോളം കലഹിച്ചു നിന്നവർ, പിണങ്ങി നിന്നവർ, വിശുദ്ധ റമളാനല്ലേ വരുന്നത്. ഞാൻ എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയട്ടെ, ഒരുപക്ഷെ അള്ളാഹ് നമ്മൾ നന്നാകാൻ കണക്കാക്കിയ റമളാനായിട്ട് ഈ റമളാന് നിശ്ചയിച്ചേക്കാം. പക്ഷേ മനസ്സിന്റെ ഉള്ളിലുള്ള പടരപ്പിണക്കങ്ങളൊക്കെ മാറ്റിയിട്ട് അധിക ശതമാനവും 95% പിണക്കങ്ങൾ ദീനിന്റെ പേരിലല്ല, ദുന്യാവിന്റെ പേരിലാണ്. ഒന്നുകിൽ എന്തോ ക്ഷണിക്കാത്തതിന്റെ പേരില്, അല്ലെങ്കിൽ ക്ഷണിച്ചിട്ട് പോയിട്ട് കൊടുക്കാത്തതിന്റെ പേരില്, അല്ലെങ്കിൽ വേണ്ടതുപോലെ പരിഗണിക്കാത്തതിന്റെ പേരില്, നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള പിണക്കങ്ങളില്ലേ, അതൊന്ന് മാറ്റിയിട്ട് മനസ്സ് നന്നാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം ഏറ്റവും തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിയിട്ട്, ചരിത്രത്തിൽ ഒരു നേതാവും അനുഭവിക്കാത്ത ത്യാഗങ്ങൾ അനുഭവിച്ച്, തരണം ചെയ്ത്, സബർ ചെയ്ത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തനം നടത്തിയിട്ട് ഒരാളോടും ഒരു സെന്റ് പോലും സ്വന്തത്തിന് ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു വീട് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. മദീനക്കാര് പള്ളിക്ക് സൗജന്യം സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പോലും സൗജന്യ സ്ഥലം വേണ്ട, വിലക്ക് തരികയാണെങ്കിൽ മതി. വില കൊടുത്തിട്ടാണ് ആ പള്ളിക്കുള്ള സ്ഥലം വാങ്ങിയത്. അങ്ങനെ ജീവിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിൽ നിന്ന് ആവശ്യപ്പെട്ടത്, ഖുല്ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, നിങ്ങളോട് എനിക്കൊന്നും ചോദിക്കാനില്ല, ഒരു കൂലിയും നിങ്ങൾ തരേണ്ടതില്ല, പക്ഷേ കുടുംബ സ്നേഹം കാത്തു സൂക്ഷിക്കണേ. അങ്ങനെയും ഒരു തഫ്സീർ അതിനുണ്ട്. അഹ്ലു ബൈത്തിനെ പരിഗണിക്കണം, സ്നേഹിക്കണം എന്നൊരു തഫ്സീറുണ്ട്. മൊത്തത്തിൽ
കുടുംബത്തിൽ കുടുംബ സ്നേഹം നിലനിർത്തണമെന്നൊരു തഫ്സീറുണ്ട്. തങ്ങൾ ആവശ്യപ്പെട്ടൊരാവശ്യമാണ്, കുടുംബ സ്നേഹം നിങ്ങൾ നിലനിർത്തണം. അതിന് ഭംഗം വരുത്തരുത്, അതിന് വിള്ളൽ വരുത്തരുത്. അത് ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെന്താ വേണ്ടത്? ഇതിൽ ഖുർബാ, കുടുംബക്കാരെ സഹായിക്കണം. അവർക്ക് കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കണം. കൊടുക്കേണ്ടവർക്കൊന്നും തടയാൻ പറ്റൂല. കൊടുക്കാൻ അവർക്ക് അർഹതയുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ കുടുംബ ബന്ധം എന്ന നിലക്ക് പരിഗണിച്ചിട്ടാണ്. ആളുകളെല്ലാരും കൊടുക്കുന്നുണ്ട്, നീ ഞാൻ കൊടുക്കേണ്ടതില്ല എന്ന് ചിന്തിക്കരുത്. നീ കൊടുക്കുന്നത് ആളുകൾ കൊടുക്കുന്നു, മാറ്റമുണ്ട്. ഒരാൾ കല്യാണത്തിന് വന്നു, പെങ്ങളെ കുട്ടീന്റെ കല്യാണത്തിന് വന്നപ്പോ നമ്മളെ നാട്ടിൽ കണ്ടൊരു സഹായത്തിന്റെ പരിപാടി ഉണ്ടല്ലോ. കവറുകൾ ഇങ്ങനെ ഒരു ചാക്കിൽ കവർ കൊണ്ടുപോയി, അടുത്ത ചാക്കിലും കവർ കൊണ്ടുപോയി. ഇത്രത്തോളം കവറൊക്കെ ഉണ്ട്, പിന്നെ ഞാനെന്തിനാ കൊടുക്കുന്നത്? നീ കൊടുക്കുന്ന കവർ കണ്ടിട്ടല്ല, നീ കൊടുക്കുന്നത് നിന്റെ കുടുംബ, നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റാത്ത മഹറമായ അടുത്ത ബന്ധമുള്ളൊരു കുട്ടിയെയാണ് അവിടുന്ന് പടിയിറങ്ങുന്നത്. ആ കവറോ കവറിന്റെ കട്ടിയോ കാനോ ഒന്നും നീ നോക്കരുത്. നിന്നെ കൊണ്ടാവുന്ന അത്ര വലിയ സഹായങ്ങൾ നീ കൊടുക്കണം. അവർ കിട്ടിക്കോട്ടെ, അതും കുടുംബത്തിന് തന്നെയല്ലേ. അങ്ങനെ കൊടുത്താലോ? അങ്ങനെ കൊടുത്താൽ എന്താ കുഴപ്പം? അവരെ ഉഷാറായി പോണല്ലോ, അവർ നന്നാകണല്ലോ. ഏറ്റവും കൂടുതൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത് കുടുംബക്കാർക്കാ. ഉമ്മമാരെ കുടുംബക്കാർക്ക് നല്ലോണം കൊടുക്കണം. തങ്ങളെ ഹലറത്തിൽ എന്തെങ്കിലും ഒരു ഹദിയ വന്നാൽ, അത് വസ്ത്രങ്ങളാ വന്നതെങ്കിൽ ആദ്യം പരിഗണിച്ചിരുന്നത് ആരെയാണെന്നറിയോ? 3 ഉമ്മമാരെയാണ് ആദ്യം പരിഗണിച്ചിരുന്നത്. ഒന്ന് തങ്ങൾക്ക് മുലയൂട്ടിയ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയാണ്. മറ്റൊന്ന് തങ്ങളെ പരിചരിച്ച ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹയാണ്. മറ്റൊന്ന് തങ്ങൾക്ക് ഒരുപാട് കാലം ഭക്ഷണം കൊടുത്ത ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയാണ്. അവർക്ക് വസ്ത്രമില്ലാഞ്ഞിട്ടാണോ? അല്ല, ഒരു സന്തോഷത്തിനാണ്. ആ ഉമ്മമാരൊക്കെ ഒന്ന് പരിഗണിക്കണം, അവർക്കൊക്കെ ഒന്ന് കൊടുക്കണം. അവരല്ലേ വലിയ ബന്ധുക്കൾ, വലിയ കുടുംബ ബന്ധമുള്ളവര്. അതുപോലെ നാനാ തുറകളുള്ളവരിലേക്കും കൊടുത്തിട്ടുണ്ട്. സ്വഹാബത്തിനല്ലാതെ ശിഷ്യന്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും മുന്തിയ പരിഗണന കുടുംബക്കാർക്കാണ്. അതുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് ഇസ്ലാമിന് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു വന്നപ്പോ തങ്ങൾ പറഞ്ഞു, വേണ്ട, ഇന്നി അറാ അൻ തജഅലഹാ ഫിൽ അഖ്റബീൻ, നിങ്ങളത് ഇസ്ലാമിന് വഖഫാക്കുന്നതിനേക്കാളും നല്ലത് അടുത്ത കുടുംബക്കാർക്ക് അങ്ങ് വീതം വെച്ച് കൊടുത്തോളൂ. ആ സ്വത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഇടക്കിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വിശ്രമിക്കുന്ന, ശുദ്ധജലം കുടിക്കുന്ന നല്ലൊരു തോട്ടമാണ്. നിറഞ്ഞ ഈത്തപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബൈറുഹാ തോട്ടമാണ്. മദീനത്തെ പള്ളിയിലെ നേരെ മുൻഭാഗത്താണ്. ഇന്നവിടൊക്കെ ബിൽഡിങ്ങുകളുടെ കൂട്ടങ്ങളാ ഉള്ളത്. ഇരിക്കട്ടെ, ആ തോട്ടം അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഫഖസമഹാ ബൈന ബനീഹി വബനീ അമ്മിഹി, എളാപ്പ മുത്താപ്പമാരുടെ മക്കൾക്കിടയിലും സ്വന്തം മക്കൾക്കിടയിലും വിഹിതം വെച്ചു കൊടുത്തു. ചില നാട്ടിലുണ്ടാവുമ്പോഴുണ്ടോന്ന് എനിക്കറിയില്ല, ബാപ്പാരത്ത് നല്ല സ്വത്തുണ്ടാവും, മക്കൾ അത്ര കൈവിലേക്ക് എത്തില്ല, ചില്ലറ ജോലിയൊക്കെ എടുത്ത് ജീവിക്കാം. പാപ്പാ, നിങ്ങൾക്ക് അല്ലാഹു തആല ഇഷ്ടംപോലെ സ്വത്ത് തന്നില്ല. ആ സ്വത്ത് തന്നിട്ടുണ്ട്, അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. ആ സ്വത്ത് നിന്നൊരു 10 സെന്റ് എന്തിന്? എനിക്കൊരു പുര ഉണ്ടാക്കണമല്ലോ, ഒരുപാട് ആൾ ഇവിടെ ഉണ്ടല്ലോ. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് ഒന്നായിട്ട് ഇവിടെ ഇങ്ങനെ താങ്ങൂല. ഇപ്പൊ ഞാനും ഉണ്ട്, പിന്നെ അനുജനും ഉണ്ട്, അതിൻ്റെ അഞ്ചനും ഉണ്ട്, എല്ലാവരും ഇവിടെ നിൽക്കില്ല. ഞാനൊരു പുര ഉണ്ടാക്കട്ടെ. 10 സെന്റോ? അത് ഇനി വേറെ വാങ്ങിക്കും. പിന്നെ ഈ വാപ്പാന്റെ ഈ ഏക്കർ കണക്കിന് സ്ഥലം ആർക്കാം? ഇതൊന്നായിട്ട് അളന്നിട്ട് കബർ കൊണ്ടേ കുഴിച്ചിടുമോ? ഇതാർക്ക് കൊടുക്കാനുള്ളതാ? ഇത് ഏതെങ്കിലും ഒരു പള്ളിക്ക് എത്തി അങ്ങനെയൊക്കെ നിറച്ചേക്കാനുള്ള? ഇതൊന്നായിട്ട് നിറച്ചേക്കാൻ പറ്റുമോ ഈ മക്കളെ കൂടെ ഉണ്ടാകുമ്പോൾ? ജീവിതകാലത്ത് കഴിവും പ്രാപ്തിയൊന്നും ഇല്ലാത്ത ആളുകൾക്ക് ചോദിക്കാതെ തന്നെ അങ്ങോട്ട് കൊടുത്ത് അവരെ നല്ല സ്നേഹത്തിലും സ്വഭാവത്തിലും നല്ല സന്തോഷത്തിലൊക്കെ ജീവിതം കാണാനാണ് ഉപ്പമാരും ഉമ്മമാരും ആഗ്രഹിക്കേണ്ടത്. അവരല്ലേ അടുത്ത കുടുംബക്കാർ, ബന്ധുക്കൾ. അവരധ്വാനിക്കാത്തതിന്റെ കുറവാ. എല്ലാവരും അധ്വാനിച്ചാലും ഒരുപോലെ എത്തൂലല്ലോ, അതെല്ലാവർക്കും അറിയണതല്ലേ. അപ്പൊ മൂത്ത മകനാണ്, അവർ കൂടുതൽ അധ്വാനിക്കാൻ കഴിയില്ല, ആളൊരു വൈഫാണ്. എന്നാ പിന്നെ അത് കണ്ടറിഞ്ഞ് എല്ലാവർക്കും കൊടുക്കാൻ മാത്രമുണ്ട്. 10 അല്ല 25 മക്കളുണ്ടായാലും കൊടുക്കാൻ മാത്രമുണ്ട്. എന്നാ പിന്നെ അതിനനുസരിച്ചൊന്ന്. അപ്പൊ ചിലർ പറയും, അങ്ങനെ കൊടുത്താൽ അതിനെന്തെങ്കിലുമൊക്കെ വില കിട്ടണ്ടേ? ആഖിറത്തിൽ നല്ല വില കിട്ടും. എന്താണ് ദുന്യാവിലെ വില മാത്രം? ഈ മക്കൾക്കല്ലേ കൊടുക്കുന്നത്, സ്വന്തം കുടുംബത്തിനല്ലേ കൊടുക്കുന്നത്. അപ്പൊ ആൾക്കാർക്ക് സഹിക്കാൻ കഴിയില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു വില കിട്ടണ്ടേ? എന്നാ വില കിട്ടിക്കൊടുക്കണ കുറച്ച് മാന്യത നിൽക്കുക.
അല്ലാതെ തന്നെ കണ്ടറിഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമാനവും സന്തോഷം ബന്ധവും നിൽക്കുക. വില കൊടുത്താലും കൊടുക്കാത്തവരുണ്ട്. അല്ലാ, അവരെ പറ്റി എന്ത് പറയും? അപ്പൊ ആ മക്കളൊക്കെ സങ്കടം കൊണ്ട് ചിലപ്പോൾ ഇങ്ങനെ തീർക്കും, പഠിച്ചോനെ ഹൈറാണെങ്കിൽ ബാപ്പാനജി വേഗം കൊണ്ടുപോയി അപ്പൊ അനന്തര സ്വത്തെങ്കിലും കിട്ടും. നമ്മളിപ്പോ ആ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സങ്കടം കൊണ്ടല്ലേ, വിഷമം കൊണ്ടല്ലേ അത് തീർക്കുന്നത്. ബാപ്പ പോകാൻ പൂതി ഉണ്ടായിട്ടല്ലോ. പക്ഷെ ആ വകുപ്പാണ് അള്ളാഹുത്തല കണക്കാക്കിയതിൽ അതാണ് ഹൈറെങ്കിൽ അങ്ങനെ വരട്ടെന്ന് എഴുതിയിട്ട് അങ്ങനെ വാശി പിടിച്ച് ഈറ പിടിച്ച് നിൽക്കാൻ പാടില്ല. കുടുംബത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത്. അവർക്ക് നല്ല കൈയച്ച് സ്വതക്ക കൊടുക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹ്റൈനിൽ നിന്ന് സ്വത്ത് വന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പള്ളിയിൽ നിസ്കരിക്കാൻ ഒരുമിച്ച് കൂടെ സ്വഹാബിമാരിൽ മഹാനവർകളുണ്ട്. അന്ന് ളുഹ്ർ നിസ്കാരത്തിന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ളുഹ്ർ നിസ്കാരത്തിന് പതിവിൽ കവിഞ്ഞ ആളുകൾ ആ പള്ളിയിൽ ഒരുപാട് ആളുണ്ട്. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി ദിക്ർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ മുഖത്ത് നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തോ അറിഞ്ഞു വന്നതാണല്ലോ. അതെ, ഞങ്ങളൊക്കെ അറിഞ്ഞു വന്നാണ്, ഇവിടെ എന്തോ വന്നിട്ടുണ്ട്, എന്തോ ഒരു സ്വത്ത് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു. ആ സ്വത്ത് വന്നിട്ട് നിങ്ങൾക്കൊക്കെ തരും, എല്ലാവർക്കും തരും എന്ന് പറഞ്ഞപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരെ വാപ്പാന്റെ സഹോദരനാണ് അബ്ബാസ് തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് കുറച്ച് അധികം വേണം. നമ്മൾ നേരെ മറിച്ച് ഞാൻ തരുന്നാണ് വാങ്ങിയാൽ മതി, കുടുംബക്കാരനല്ലേ മറിക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്താ അധികം? ബദറിൽ തടവിലാക്കപ്പെട്ടപ്പോ എന്റെയും എന്റെ സഹോദരൻ അഖീലിന്റെയും രണ്ടാളുടെയും മോചന ദ്രവ്യ ഞാൻ കൊടുത്തു, ഒരാളുടെ അല്ല, രണ്ടാളുടേത്. അതുകൊണ്ട് എനിക്ക് അധികം വേണം, എടുത്തോളി, ഇത്ര വേണ്ട എടുത്തോളി. അബ്ബാസ് റളിയല്ലാഹു അൻഹു ചാക്കിലേക്ക് ഇങ്ങനെ വാരി, ഗോതമ്പല്ല ദിർഹമാണ് ഈ വാരിക്കൂട്ടുന്നത്. വാരി എങ്ങനെ കെട്ടിപ്പൊന്തിച്ചത് പൊന്തിച്ചു നോക്കുമ്പോൾ പൊന്തുന്നില്ല. ഒരാളത് പൊന്തിക്കാനും വിട്ടരില്ല, നിങ്ങൾക്ക് ഭാഗങ്ങൾ എടുത്താൽ മതിയല്ലോ. അപ്പൊ കുറച്ച് കഴിഞ്ഞ് വാരി അപ്പുറത്ത് കിട്ട്, പിന്നെയും പൊന്തിച്ചു നോക്കി പൊന്തുന്നില്ല, പിന്നെയും കുറച്ച് വാരിയിട്ട് പിന്നെ അത് അങ്ങനെ എടുത്ത് തോളിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കി നിൽക്കുക, ഒരു സന്തോഷത്തിന്റെ നോട്ടം, കുടുംബക്കാർക്ക് കൊടുത്തതിന്റെ ഒരു സന്തോഷം. അങ്ങനെ കൊടുക്കണം. അടുത്ത കുടുംബക്കാരെയും അകന്ന കുടുംബക്കാരൊക്കെ പരിഗണിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുടെ ആയിഷ ബീവിന്റെ സഹോദരിയാണല്ലോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാനൊരു ദിവസം ആകെ വിഷമത്തിലായി പോയി, തോട്ടത്തിൽ പോയി കാരക്കക്കുരു പെറുക്കിയിട്ട് ചാക്കിലായി കൊണ്ടുവരാണ്. കാരക്കക്കുരു പൊടിച്ചാൽ അത് ഒട്ടകത്തിന് മറ്റോ കൊടുക്കാൻ പറ്റും ഭക്ഷണമാക്കിയിട്ട്. കാരക്കക്കുരു ഒക്കെ പെറുക്കിയിട്ട് സുബൈർ റളിയല്ലാഹുവിന്റെ ഭാര്യയാണിത്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ തോള് ഏറ്റിട്ട് ഇങ്ങനെ ചാക്ക് ഏറ്റി ഇങ്ങനെ വരികയാണ്. വരുന്ന വഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനം കൊണ്ട് ഇങ്ങനെ വരുന്നത്. ആരാണിത്? ഇത് ഭാര്യയുടെ സഹോദരിയാണ്, അസ്മാ ബീവി, ആയിഷ ബീവിന്റെ സഹോദരിയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനം കണ്ടപ്പോൾ ഈ ചാക്ക് പതുക്കെ ഇറക്കി വെച്ചു. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ തങ്ങൾ ചോദിച്ചു, ആ ചാക്ക് ഇങ്ങോട്ട് കയറ്റണോ? ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് തരാം. എന്താണ് ഒരു സ്നേഹത്തിന്റെ ബന്ധം? ആ ചാക്ക് നിങ്ങൾ ഈ വാഹനത്തിലേക്ക് വെക്കും. വേണ്ട നബിയെ, ഞാൻ തന്നെ ഏറ്റിക്കൊണ്ടുപോയിക്കൊള്ളാം. വീട്ടിലെത്തിയിട്ട് ഭർത്താവിനോട് പറഞ്ഞു, സുബൈർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഞാൻ വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു, എന്നെയും എന്റെ ഈ ചാക്കൊക്കെ അതിലേക്ക് കയറ്റിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കി തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. നിങ്ങളെ ഓർത്തിട്ട് നിങ്ങൾ എന്താ പറയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ പറയാൻ അറിയില്ലല്ലോ, അതുകൊണ്ട്. അപ്പൊ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആ കുടുങ്ങിയല്ലോ, ആ ചാക്ക് ആ വാഹനത്തിൽ കയറ്റലായിരുന്നു നല്ലത്, അത് തോളിലേറ്റപ്പോ ഇന്ന് എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം ചെയ്യൂലേ. സംഗതി എനിക്ക് എത്ര പ്രയാസമല്ലേന്നു, നിങ്ങൾ ആ തോളിൽ ഏറ്റിയതാണ് വലിയ പ്രയാസമായത്. ഈ പ്രയാസം മനസ്സിലാക്കി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായത്തിന് പിന്നെ ഒരു അടിമയെ വിട്ടുകൊടുത്തു, ആ കുടുംബത്തിന് സഹായത്തിന്. നമ്മൾ മനസ്സിലാക്കണം, കുടുംബ സ്നേഹം അങ്ങനെയാണ്. അതാരാ? സ്വന്തം ഭാര്യയുടെ സഹോദരിയാണ്. അവരെ പോലും പരിഗണിച്ച് ആ അധ്യായം പറഞ്ഞാൽ തീരൂല. ഇതിൽ ഖുർബാ, കുടുംബക്കാർ കൊടുക്കണം. നല്ല സ്നേഹമുള്ള ദുആ കിട്ടാൻ, മരിച്ചിട്ട് കഴിഞ്ഞിട്ടെന്ന് മാത്രമല്ല, ഹയാത്തിലും മരിച്ചിട്ടും എവിടെയും ആഖിറത്തിൽ സന്തോഷം കിട്ടാൻ, നമ്മൾ അനന്തരക്കാരിൽ ബർക്കത്തുണ്ടാകാൻ ഒക്കെ കാരണമാണ്. അതുകൊണ്ട് കുടുംബക്കാരെ മാനിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹായിക്കണം, ആവശ്യമുള്ള ആൾക്കാരൊക്കെ സഹായിക്കണം. അല്ലാഹു അതിന് ഐശ്വര്യം